വന്ദേ മാതരമംബികാം ഭഗവതീം വാണീം രമാം സേവിതാം കല്യാണീം കമനീയകൽപ്പലതികാം കൈലാസവാസപ്രിയാം വേദാന്തപ്രതിപാദ്യമാനവിഭവാം വിദ്യുന്മനോരഞ്ജിനീം ശ്രീചക്രാങ്കിത രത്നപീഠനിലയാം ശ്രീരാജരാജേശ്വരീം ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ദേവി ഭാഗവതം അഷ്ടമസ്കന്ധത്തിലെ 23-ാമത്തെ അധ്യായം നരകവർണ്ണനയാണ് നമ്മൾ പറഞ്ഞ് ഇന്നലെ അവസാനിപ്പിച്ചത്. അടുത്തതായിട്ടുള്ള 24-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അഷ്ടമസ്കന്ധത്തിലെ അവസാനത്തെ അധ്യായമാണ് ഇത്, 24-ാമത്തെ അധ്യായം. ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിലും അഷ്ടമസ്കന്ധത്തിലെ 24 അധ്യായങ്ങളാണുള്ളത്. ഇവിടെയും 24 അധ്യായങ്ങളാണ് ഈ അഷ്ടമസ്കന്ധത്തിൽ ഉള്ളത്. അപ്പോൾ ഇന്നലെ ആ നരകവർണ്ണനകളെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയത്ത് അവിടെ നാരായണ ഋഷി നാരദരോട് പറയുകയുണ്ടായി, ഓരോ ജീവനും അവരവർ ചെയ്യുന്നതായിട്ടുള്ള അറിഞ്ഞോ അറിയാതെയോ എന്തായാലും ശരി ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾക്കനുസരിച്ചിട്ടുള്ള കർമ്മഫലങ്ങൾ അത് അനുഭവിക്കാതിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെയുള്ള കർമ്മഫലങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നതായിട്ടുള്ള നരകാദി യാതനകൾ, ഏതേത് നരകത്തിൽ ഏതേത് യാതനകളെ ജീവൻ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതിനെയാണ് അവിടെ ദീർഘമായിട്ട് പറഞ്ഞത്. അപ്പം ഈ നരക വർണ്ണനം എന്നുള്ളത് വാസ്തവത്തിൽ കേൾക്കാൻ അല്ലെങ്കിൽ പറയാൻ സുഖമായിട്ടുള്ള ഒരു അധ്യായമോ വിഷയമോ അല്ല എല്ലാവർക്കും തന്നെ. പക്ഷേ എങ്കിലും വ്യാസൻ അത് ശ്രീമദ് ഭാഗവത മഹാപുരാണമായാലും ദേവി ഭാഗവതമായാലും അതിൽ കുറച്ച് ദീർഘിപ്പിച്ചുകൊണ്ട് തന്നെ ആ നരകങ്ങളുടെ പേരുകളും ആ നരകങ്ങളിൽ പോകാൻ ചെയ്യുന്ന പാപങ്ങളെക്കുറിച്ചും ആ നരകത്തിൽ ജീവൻ അനുഭവിക്കേണ്ടി വരുന്നതായിട്ടുള്ള കഷ്ടതകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളെക്കുറിച്ചും ദീർഘമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തോന്നാം, എന്തിനാണ് ഇങ്ങനെ ഒരു നരകവർണ്ണന ഈ പുരാണങ്ങളിലൊക്കെ വേദവ്യാസൻ എഴുതി ചേർത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇത് കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും ഓരോ ജീവനും ആ നരകഭയം മനസ്സിലുണ്ടായി അത്തരം ദുഷ്കർമ്മങ്ങളിൽ നിന്നും പിന്മാറണം, ദുഷ്പ്രവൃത്തികളിൽ നിന്നും പിന്മാറണം, സദ്മാർഗത്തെ സ്വീകരിക്കണം, വേദശാസ്ത്രപരമായി പറയുന്നതായിട്ടുള്ള നല്ല കാര്യങ്ങളിൽ മനുഷ്യന് താല്പര്യം കൂടണം, ഇത്തരത്തിലുള്ള ദുഷ്പ്രവൃത്തികളിൽ മനസ്സ് പോവരുത്. അതിനുവേണ്ടി ഈ നരകവർണ്ണനത്തെ ദീർഘമായിട്ട് പുരാണങ്ങളിൽ വ്യാസൻ എഴുതി ചേർത്തിരിക്കുന്നു. ഒരു കാര്യം, അതായത് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു അഗ്നിയെ പോയി തൊടാത്തത്? കത്തിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള വിളക്കിനെ നമ്മൾ എന്തുകൊണ്ട് പോയി തൊടുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് നന്നായിട്ടറിയാം, അതിനെ തൊട്ടാൽ നമ്മളുടെ കൈ പൊള്ളും, ചൂടുണ്ടാവും എന്ന്. അപ്പോൾ അതിനെ തൊട്ടാൽ നമ്മുടെ കൈ പൊള്ളും എന്നുള്ള ആ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ കത്തുന്നതായിട്ടുള്ള തിരിയെ, വിളക്കിനെ, അഗ്നിയെ നമ്മൾ പോയി നമ്മുടെ കൈ കൊണ്ട് സ്പർശിക്കില്ല, അതിൽ നിന്നും മാറി നിൽക്കും. ഇതേമാതിരി പാപകർമ്മങ്ങൾ നമ്മൾ അറിഞ്ഞാലും അറിയാതെയും ചെയ്താൽ ഇത്തരത്തിലുള്ള നരകങ്ങളിൽ പോയി നരകവേദനകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു ചെറിയ ഭയം, ചെറിയതല്ല വലിയ തന്നെയാണ്,
ആ ഭയം നമ്മളിൽ ഉണ്ടാകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പാപകർമ്മങ്ങൾ നമ്മളെ ചെയ്യില്ല. മറ്റുള്ളവരെ ഹിംസിക്കുക, മറ്റുള്ളവരെ വഞ്ചിക്കുക, അവരുടെ മുതലുകൾ തട്ടിയെടുക്കുക, അതേമാതിരി തന്നെ നമ്മളിൽ നിന്നും ബലം കുറവായിട്ടുള്ളവരെ ദ്രോഹിക്കുക, ഹിംസിക്കുക, നമ്മളുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായിട്ട് അത് നാവിൻ്റെ രുചിക്കായാലും വിരോധമില്ല, ധനസമ്പാദനത്തിനായാലും വിരോധമില്ല, എല്ലാ ആർഭാടങ്ങൾക്കായാലും വിരോധമില്ല, എന്തിനായാലും ശരി പരപ്രാണികളെ നമ്മൾ ഒരിക്കലും ദ്രോഹിക്കില്ല, ഹിംസിക്കില്ല. കാരണം ആ ഹിംസയൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അതിന് പ്രേരിതമാകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് നമ്മളോട് പറയും, നോക്കൂ, ഈ ഹിംസയിൽ കൂടി നിനക്ക് ഈ നരകം അനുഭവിക്കേണ്ടി വരും. അത് നമ്മുടെ ബോധത്തിൽ, നമ്മുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്ന സമയത്ത് അത്തരം പാപകർമ്മങ്ങൾ നമ്മൾ ചെയ്യില്ല, അതിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു മാറും. പാപഫലങ്ങളെ തരുന്ന കർമ്മങ്ങൾ ഇല്ലാതെ കണ്ടാവുകയാണെങ്കിൽ, ആരും ചെയ്യാതെ ആവുന്ന സമയത്ത് ഓരോ പ്രാണിയും എറുമ്പ് മുതൽ ആന വരെ ആവാം, എല്ലാം സുഖത്തിലും സന്തോഷത്തിലും ശാന്തിയിലും സമാധാനത്തിലും ഈ പ്രപഞ്ചത്തിലെ ലോകത്തിൽ ജീവിക്കാം. ഹിംസ മുതലായിട്ടുള്ളതായിട്ടുള്ള മാർഗങ്ങൾ തൽക്കാലം നമുക്ക് ഒരു മനോസുഖമോ ശാരീരികമായിട്ടുള്ള സുഖമോ തരുന്നു എന്നുണ്ടെങ്കിലും പിന്നീട് അത് തന്നെ നമുക്ക് കർമ്മപ്രാരാബ്ധമായി ഭവിക്കണു. അതൊക്കെ തന്നെയാണ് പല രോഗങ്ങളായിട്ടും പല ദുഃഖങ്ങളായിട്ടും നിത്യജീവിതത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. പൂർവജന്മ കൃതം പാപം വ്യാധിരൂപേണ ദൃശ്യതി എന്ന് പറയും. അപ്പം നമുക്ക് ഓരോ രോഗങ്ങൾ ഉണ്ടാവുമ്പോഴും അസുഖങ്ങൾ ഉണ്ടാവുമ്പോഴും അതിലൂടെയുള്ള ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മൾ ഇത്രമാത്രം ഓർത്താൽ നന്നായിരിക്കും, ഇതിന് തക്കതായിട്ടുള്ള എന്തോ ഒരു പാപകർമ്മം ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ജന്മങ്ങളിൽ ചെയ്തിട്ടുണ്ട്. ഏതോ പ്രാണിയെ, ഏതോ ഒരു ജീവനെ ഞാൻ ഹിംസിച്ചിട്ടുണ്ട്, ദ്രോഹിച്ചിട്ടുണ്ട്. അവരുടെ മനസ്സിനെ, ആ പ്രാണിയുടെ മനസ്സിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ട്. അതാണിതാ എനിക്ക് ഈ ദുഃഖമുണ്ടാവാനുള്ള കാരണം എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് ഈ ദുഃഖാദി വൃത്തികൾ ചെയ്യുന്നതിൽ നിന്നും നമ്മൾ നമ്മുടെ മനസ്സിനെ മാറ്റും. അങ്ങനെ നമ്മുടെ മനസ്സിനെ മാറ്റി നമുക്ക് ഒരു ഭാഗത്ത് ആ പാപകർമ്മങ്ങളെ ചെയ്യാനുള്ള വാസനകളെ ഇല്ലാതാക്കി അതിനെ നശിപ്പിച്ച് വീണ്ടും ഇത്തരം ദുഃഖങ്ങൾ അനുഭവിക്കുന്നതായിട്ടുള്ള പാപകർമ്മങ്ങൾ ചെയ്യാതെ കണ്ടതിൽ നിന്നും രക്ഷപ്പെടാം. അതിൻ്റെ കൂടെ ഈ പാപകർമ്മങ്ങൾ അറിഞ്ഞോ അറിയാതെയോ എന്നാലും ചെറുതായിട്ടുള്ളതാണെങ്കിലും നമ്മളിൽ നിന്നും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് നമുക്കിതായി വരുന്നതായിട്ടുള്ള അടുത്ത 24-ാമത്തെ അധ്യായത്തിൽ നാരദർക്ക് നാരായണ ഋഷി ഉപദേശിക്കുന്നത്. അതിനുള്ള ഏക മാർഗം എന്താണ് എന്ന് ചോദിച്ചാൽ ജഗദംബയായിട്ടുള്ള ദേവിയെ ആരാധിക്കുക, പാപവൃത്തികളിൽ പോകുന്ന മനസ്സിനെ അതിൽ നിന്നും നിരോധിച്ചുകൊണ്ട് ആ മനസ്സിനെ ദേവിയിലേക്ക് സമർപ്പിക്കുക, ദേവിയുടെ ആരാധനകളിലേക്കായിട്ട് സമർപ്പിക്കുക. ആ സമയത്ത് മനസ്സിലുള്ള പാപവാസനകൾ അറ്റുപോകുമെന്ന് മാത്രമല്ല,